നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശ്രീ വേദവ്യാസനാൽ വിരചിതമായ ഭഗവത്ഗീതയിലെ കർമ്മയോഗം എന്ന 3-ാമത്തെ അധ്യായത്തിലെ 37-ാമത്തെ ശ്ലോകമാകുന്നു. പ്രിയമുള്ള പ്രേക്ഷക, ശ്ലോകം ശ്രദ്ധിച്ചാലും. ശ്രീ ഭഗവാൻ ഉവാച കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവഃ മഹാശനോ മഹാപാത്മാ വിദ്യേനമിഹ വൈരിണം. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. കാമഃ ഏഷഃ ക്രോധഃ ഏഷഃ രജോഗുണസമുദ്ഭവഃ മഹാശനഃ മഹാപാത്മാ വിദ്ധി ഏനം ഇഹ വൈരിണം. അടുത്ത പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ശ്രീ ഭഗവാൻ ഉവാച യേഷഃ രജോഗുണസമുദ്ഭവഃ മഹാശനഃ മഹാപാത്മാ കാമഃ ക്രോധഃ ഏഷഃ ഏവ ഏനം ഇഹ വൈരിണം വിദ്ധി. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. ശ്രീ ഭഗവാൻ അർജുനനോട് ഇപ്രകാരം പറഞ്ഞു. രജോ ഗുണത്തിൽ നിന്നും ഉത്ഭവിച്ചതും എത്ര തന്നെ വിഷയങ്ങൾ അനുഭവിച്ചാലും മതി വരാത്തതുമായ ഈ കാമവും അതിൻ്റെ രൂപാന്തരമായ ക്രോധവുമാണ് മനുഷ്യനെ മഹാപാപങ്ങൾ ചെയ്യിക്കുന്നത്. അവ മനുഷ്യൻ്റെ വൈരികളാണെന്ന് നീ അറിയുക. നമസ്തേ.